യേശുക്രിസ്തുവിന്റെ നാമത്തിലുള്ള സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. പ്രാരംഭമായി നമുക്ക് 1 യോഹന്നാൻ 1:5-6 വാക്യങ്ങൾ. യോഹന്നാൻ എഴുതിയ ലേഖനം 1 യോഹന്നാൻ 1:5-6 വാക്യങ്ങൾ വായിച്ചാൽ. ദൈവം വെളിച്ചമാകും, അവനിൽ ഇരുട്ട് ഒട്ടുമില്ല. ഞങ്ങൾ അവനൊന്ന് കേട്ട് നിങ്ങളോട് അറിയിക്കുന്നു. അവനോട് കൂട്ടായ്മ ഉണ്ടെന്ന് പറയുകയും ഇരുട്ടിൽ നടക്കുകയും ചെയ്താൽ നാം ഫോഷ്ക് പറയും. ശ്രദ്ധിച്ച് കേൾക്കണേ. കർത്താവിനോട് കൂട്ടായ്മ ഉണ്ടെന്ന് പറയുകയും എന്നിട്ട് ഇരുട്ടിൽ നടക്കുകയും ചെയ്താൽ നമ്മൾ എന്ത് ചെയ്യാം? ഫോഷ്ക് പറയുന്നു, സത്യം പ്രവർത്തിക്കുന്നില്ല. ഇപ്പൊ കർത്താവ് വെളിച്ചമാകുന്നു എന്ന് പറഞ്ഞ ഇരുട്ടിന്റെ പ്രവർത്തികൾ, അതിന്റെ അർത്ഥം ഇതാണ്. ഇരുട്ടിന്റെ പ്രവർത്തികൾ, ഈ ലോകത്തിന്റെ വിഷയങ്ങൾ, ഇതാണ് വചനം പറഞ്ഞു, ഈ ലോകത്തിന് അനുരൂപപ്പെടാതെ കർത്താവിന്റെ മഹത്വത്തിൽ നിറയുക. അപ്പൊ ഇരുട്ടിന്റെ പ്രവർത്തികൾ എന്ന് പറഞ്ഞ ഒരുപാട് മേഖലകളുണ്ട്. അതായത് പൈശാചിക സാന്നിധ്യത്തിൽ ചലിക്കുന്ന ഒരുപാട് മണ്ഡലങ്ങളുണ്ട്. ഒരു വ്യക്തിയോട് വൈരാഗ്യമുണ്ടായ ആ വ്യക്തിയെ ആയുധമെടുത്ത് അയാളോട് നേരിടണമെന്ന് നീ ചിന്തിച്ചാൽ നീ ക്രിസ്തുവിനുള്ളവനല്ല. ഇത്രാന്തിക്കുള്ളിൽ ഞാൻ അവനെ എന്ത് ചെയ്യും, അല്ലെങ്കിൽ എന്റെ ആൾക്കാരെ കൊണ്ട് അവനെ എന്ത് ചെയ്യും, അവനുള്ള പണി ഞാൻ കൊടുത്തിരിക്കും എന്ന് പറഞ്ഞാൽ നീ ക്രിസ്തുവിനുള്ളവനല്ല. പകരം കർത്താവേ, എന്റെ വിഷയങ്ങളെ ഞാൻ അങ്ങയുടെ മുമ്പിൽ സമർപ്പിക്കുകയാണ്. ആ ഇരുട്ടിന്റെ അധികാരത്തോട് എന്റെ തമ്പുരാൻ മറുപടി കൊടുക്കാൻ പോകുന്നതിനെ ഓർത്ത് സ്തോത്രം എന്ന് പറയുമ്പോൾ വാസ്തവത്തിൽ സുയിത്തുന്ന വ്യക്തി എവിടെ ആയിരിക്കുക? വെളിച്ചത്തിലായിരിക്കുക. ഹല്ലേലൂയ. 5-6 വായിച്ചത്. ഓക്കെ. 1 യോഹന്നാൻ 3:1. 1 യോഹന്നാൻ തന്നെ 3-ാം അധ്യായം 1-ാം വാക്യം. കാൺമീൻ, നാം ദൈവമക്കളെന്ന് വിളിക്കപ്പെടുവാൻ പിതാവ് നമുക്ക് എത്ര വലിയ സ്നേഹം നൽകിയിരിക്കുന്നു. നമ്മൾ ദൈവമക്കളെന്ന് വിളിക്കപ്പെടുവാൻ പിതാവായ ദൈവം എത്ര വലിയ സ്നേഹത്തെ നമുക്ക് നൽകിയിരിക്കുന്നു. ഹല്ലേലൂയ. പിതാവായ ദൈവത്തിന് നമ്മോടുള്ള സ്നേഹത്തെ യേശുക്രിസ്തുവിലൂടെ പ്രദർശിപ്പിച്ചു. അങ്ങനെ നമ്മുടെ ജീവിതത്തിൽ നീതീകരണവും ശുദ്ധീകരണവും യേശുക്രിസ്തുവിലൂടെ സാധ്യമാകും. യേശുക്രിസ്തുവിലൂടെ ചലിക്കുന്നവൻ പിന്നെ ഇരുട്ടിന്റെ പ്രവർത്തികളെ വിട്ടൊഴിഞ്ഞ് വെളിച്ചത്തിൽ നടക്കും. കാരണം അവനിൽ വെളിച്ചമേ ഉള്ളൂ, ഇരുളിൽ ലവലേശമില്ല. ഓക്കെ. 1 തെസ്സലോനിയൻസ് 5-ാം അധ്യായം, അല്ലെങ്കിൽ അല്പം കൂടെ ഉണ്ടെന്ന് അല്ലേ? ഓക്കെ, വായിച്ചാൽ. 1 യോഹന്നാൻ 3:1 ഒരല്പം കൂടെ വായിക്കണം. വായിച്ചാൽ. അങ്ങനെ തന്നെ നാമുമാകുന്നു. ലോകം അവനെ, ഈ പറയുന്ന വിഷയങ്ങളൊക്കെ നമ്മള് പറഞ്ഞ ലോകത്തിന് മനസ്സിലായില്ല. കാരണം ലോകം അവനെ അറിഞ്ഞിട്ടില്ലായതുകൊണ്ട് നമ്മെ അറിയുന്നില്ല. സ്തോത്രം. 1 തെസ്സലോനിയൻസ് 5:8 വാക്യം. 1 തെസ്സലോനിയൻസ് 5:8. പകലിനുള്ളവരാകയാൽ വിശ്വാസവും സ്നേഹവും എന്ന കവചവും ശിരസ്ത്രമായി രക്ഷയുടെ പ്രത്യാശയിൽ ധരിച്ചുകൊണ്ട് സുബോധമായിരിക്കുക. കാരണം നമ്മൾ സുബോധമായിരിക്കുക. വചനം എന്തുകൊണ്ടാ നമ്മളെ ബോധ്യപ്പെടുന്നത്? അല്ലെങ്കിൽ അപ്പോസ്തലനായ പൗലോസ് തെസ്സലോനിക്കർക്ക് ലേഖനം എഴുതുമ്പോൾ എന്തുകൊണ്ടാണ് ബോധ്യപ്പെടുന്നു? നമ്മൾ ഇരുളിലുള്ളവരല്ല, നമ്മൾ വെളിച്ചത്തിലുള്ളവരത്തെ, പകലിലുള്ളവരത്രേ. കാരണം കർത്താവിൽ ആണെങ്കിൽ ഇരുട്ടിന്റെ സാന്നിധ്യം ഉണ്ടാകില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ സുബോധമായിരിക്കുക. ഹല്ലേലൂയ. എത്രാമത്തെ വാക്യം വായിച്ച്? 8 പൂർണ്ണമായോ? ഇല്ല, വായിച്ചു. ആകയാൽ നിങ്ങൾ ചെയ്തു വരുന്നത് പോലെ വെളിച്ചത്തിലായിരിക്കുന്നവർ ചെയ്തു വരുന്നത് പോലെ അന്യോന്യം പ്രബോധിപ്പിച്ചും തമ്മിൽ ആത്മീയ വർധന വരുത്തിയും കേട്ടോ. എന്ത് ചെയ്യണം? അന്യോന്യം പ്രബോധിപ്പിക്കണം, തമ്മിൽ ആത്മീയ വർധന വരുത്തണം. ഒരാളെ ഇടിച്ചു താഴ്ത്തുന്നത് എന്തല്ല? പ്രബോധനമല്ല. പക്ഷേ അവരുടെ മിസ്റ്റേക്സ് അവരെ ബോധ്യപ്പെടുത്തി കൊടുക്കേണ്ടതാണ്. ഇന്ന മണ്ഡലങ്ങളിൽ കറപ്ഷൻ ആവശ്യമുണ്ട്. നിങ്ങൾക്ക് സ്വയമേ അതിനെ ഓവർകം ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ ആരോട് പറഞ്ഞാൽ മതി? പരിശുദ്ധാത്മാവിനോട് പറഞ്ഞാൽ മതി. നിങ്ങളുടെ ബലഹീനതയിൽ ബലമേകുന്ന പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് വേണ്ടുന്ന താങ്ങും തണൽ നൽകി അതിനെ ഓവർകം ചെയ്യാനുള്ള ബലം നിങ്ങളുടെ മേൽ പകരുക തന്നെ ചെയ്യും. അതാണ് പ്രബോധനം. പ്രബോധിപ്പിച്ചും
തമ്മിൽ ആത്മീയ വർധനവ് വരുത്തിയും ഒരുവീൻ. സഹോദരന്മാരെ, ഞങ്ങൾ നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത് ക്രമം കെട്ടവരെ ബുദ്ധി ഉപദേശിപ്പിക്കുക. അത്ര വാക്യം അത് 14. ക്രമം കെട്ടവരോട് എന്ത് ചെയ്യണം? ബുദ്ധി ഉപദേശിക്കണം. ഒന്നും മിണ്ടരുന്നാണോ അല്ലേ? ആണോ? ക്രമം കെട്ടവരോട്, നീയാണ് ഏറ്റവും ദൈവത്തെ നയിക്കപ്പെടുന്നവൻ, അല്ലെങ്കിൽ നിന്നെ കഴിഞ്ഞ് പിന്നെ വേറൊരാളില്ല, നിന്റെ പ്രാർത്ഥനയും വിശ്വാസവും എത്ര ശ്രേഷ്ഠം, ഇതാണോ ക്രമപ്പെടുത്തുന്നത്? ക്രമം കെട്ടതിനെ എന്ത് ചെയ്യണം? ക്രമപ്പെടുത്തണം, ബുദ്ധി ഉപദേശിക്കണം. ഉൾക്കരുത്തില്ലാത്തവരെ ധൈര്യപ്പെടുത്തുകയും, രോഗത്തിന്റെ മുമ്പിൽ, പ്രശ്നങ്ങളുടെ മുമ്പിൽ, സാമ്പത്തിക വിഷയങ്ങളുടെ മുമ്പിൽ, സാത്താന്യ അധികാരങ്ങളുടെ പ്രവർത്തികൾ കണ്ട് അതിന്റെ മുമ്പിലൊക്കെ പകച്ചു നിൽക്കുന്നവരെ എന്ത് ചെയ്യണം? അവരെ ധൈര്യപ്പെടുത്തണം. ബലഹീനരെ താങ്ങുവീൻ. അപ്പം വെളിച്ചത്തിലായിരിക്കുന്നവർക്ക് നൽകപ്പെട്ടിരിക്കുന്ന ദൗത്യങ്ങളാണ്. നിങ്ങൾ വെളിച്ചത്തിന്റെ മക്കളാണ് എങ്കിൽ നിങ്ങൾക്ക് നൽകിയിരിക്കുന്ന ദൗത്യങ്ങളാണ്. ബലഹീനരെ നിങ്ങൾ എന്ത് ചെയ്യണം? താങ്ങണം. എല്ലാവരോടും ദീർഘക്ഷമ കാണിക്കണം. ഒരാമീൻ പറഞ്ഞാണ്. വാക്യം വായിച്ചത് 14. ഹല്ലേലൂയ. അപ്പൊ ഈ കർത്താവിനോടുകൂടിയുള്ള ജീവിതം, ലീവ് വിത്ത് ജീസസ് ക്രൈസ്റ്റ്. ആരുടെ കൂടെ ജീവിക്കുക? യേശു ക്രിസ്തുവിന്റെ കൂടെ ജീവിക്കുക എന്ന് പറയുന്നത് അതിന്റെ അർത്ഥം വെളിച്ചത്തിൽ ജീവിക്കുക. ഇരുട്ടിന്റെ പ്രവർത്തികളെ അഴിപ്പാൻ എന്റെ ദൈവം എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു. ഇരുട്ടിന്റെ പ്രവർത്തികളെ അഴിക്കണമെങ്കിൽ നിങ്ങൾ എവിടെയായിരിക്കണം? വെളിച്ചത്തിലായിരിക്കണം. നിങ്ങൾ ഇരുട്ടിൽ ഇരുന്നുകൊണ്ട് ഞാൻ വെളിച്ചത്തിലാന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യാണ്? കളവ് പറയുക. നിങ്ങൾ ദൈവത്തിനെ അറിയില്ല, ദൈവത്തിന്റെ സ്നേഹമെന്നൊന്നും അറിയില്ല. സ്നേഹമായ തമ്പുരാന്റെ ആ മഹത്വത്തെ, അല്ലെങ്കിൽ ക്രൂശിൽ പ്രദർശിക്കപ്പെട്ട ആ സ്നേഹത്തെ, ആ പൂർത്തീകരണ ശുശ്രൂഷയെ കുറിച്ചുള്ള ബോധ്യം നിങ്ങളുടെ അകത്തുണ്ടായിരിക്കും. നിങ്ങൾ വിളിച്ചു പറയും, അല്ല, ഇരുട്ടിന്റെ പ്രവർത്തനങ്ങളെ അഴിപ്പാൻ എന്റെ ദൈവം എന്നെ ഈ ഭൂമിയിലാക്കി വെച്ചിരിക്കുന്നു. ബലഹീനർക്ക് ബലം പകരുവാൻ, ബന്ധിക്കപ്പെട്ടവരെന്നും അവരുടെ ബന്ധനങ്ങളെ അഴിപ്പാൻ, ഉരുട്ട് കണ്ണുകളെ തുറക്കുവാൻ എന്റെ ദൈവം നിങ്ങളെ അഭിഷേകം ചെയ്തിരിക്കുന്നു. കണ്ടുകൊണ്ടിരിക്കുന്നവർ, ഭാരത്തിലായിരിക്കുന്ന, പ്രശ്നത്തിലായിരിക്കുന്നവരെ എന്റെ കർത്താവ് നിങ്ങളെ വിടുവിക്കുവാൻ മതിയായവനാണ്. കർത്തൃനാമത്തെ വിളിച്ചു പറയുകയാണ്. എന്റെ കർത്താവിന്റെ സ്നേഹം നിങ്ങളുടെ മേൽ ബലപ്പെടട്ടെ. വലിയ അത്ഭുതങ്ങളും അടയാളങ്ങളും സാക്ഷ്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. കണ്ണുകടയ്ക്കാൻ പ്രാർത്ഥിക്കാം. പ്രിയ പിതാവേ, യേശു കർത്താവേ, അങ്ങയുടെ സന്നിധിയിലായിരിക്കുന്ന എല്ലാവരെയും അങ്ങയുടെ സന്നിധി ഞാൻ താഴ്ത്തി ഏൽപ്പിക്കുകയാണ്. ശബനാരകതരം ശ്രീ കർത്താവിന്റെ വലിയ പദ്ധതികൾ ഓരോരുത്തരും ജീവിതത്തിൽ നിറവേറണമേ. അത്ഭുതങ്ങളും അടയാളങ്ങളും വീരപ്രവൃത്തിയിലും ഉണ്ടാകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. നടക്കുകയില്ല, മറുപടികൾ ഉണ്ടാകുകയില്ല, എന്റെ ജീവിതം തീർന്നു എന്ന് ചിന്തിക്കുന്ന മണ്ഡലത്തിനകത്ത് വലിയ മറുപടികൾ ഉണ്ടാകുവാൻ വെളിച്ചമായവന്റെ ശക്തി, ഇരുട്ടിനെ അകറ്റുന്ന ശക്തി ഓരോരുത്തരും ജീവിതത്തിൽ വെളിപ്പെടുവാൻ കർത്താവിന്റെ കൃപ വ്യാപരിക്കപ്പെടുന്നതിനെ ഓർത്ത് സ്തോത്രം. സ്വർഗം അടിയങ്ങളുടെ പ്രാർത്ഥന സ്വീകരിച്ചതിനെ ഓർത്ത് സ്തോത്രം. തമ്പുരാന്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ. ലാസ്റ്റ് ടൈം മിനിസ്റ്റർ ബ്രൈറ്റ് ചർച്ചിന്റെ പ്ലാറ്റ്ഫോമിൽ നിന്നുകൊണ്ട് ഞാൻ വിളിച്ചു പറയുകയാണ്, യേശു എന്ന വെളിച്ചത്തിന്റെ കൂടെ നിങ്ങളാണെങ്കിൽ ഇരുട്ടിന്റെ സാന്നിധ്യത്തിൽ നിങ്ങളെ കീഴ്പ്പെടുത്തുവാൻ കഴിയത്തില്ല. ആമേൻ, ആമേൻ, ആമേൻ.